വിഷൻ ന്യൂസ് കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മൂന്നാർ ഇടമലക്കുടിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇടമലക്കുടി ഷെഡ് കൂടിയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 5 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇടമലക്കുടിക്ക് സമീപമാണ് കാട്ടാന ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 5 വീടുകൾക്കാണ് നിലവിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണമൊക്കെ പതിവാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ മൂന്നാർ ഇടമലക്കുടിയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 5 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. നേരത്തെയും ഇത്തരത്തിൽ ഇടമലക്കുടിയിൽ കാട്ടാനയുടെ ആക്രമണങ്ങളൊക്കെ പതിവാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാട്ടാനാക്രമണത്തിൽ വീടുകളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും ഒക്കെ തകരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. സമീപകാലത്ത് ഇടമലക്കുടി മുൻ പഞ്ചായത്ത് അംഗം അമരാമതി രാജുവിന്റെ വീട് കാട്ടാന തകർത്തിരുന്നു. അത് നമ്മൾ വാർത്ത നൽകിയതാണ്. കൂടാതെ സൊസൈറ്റി കുടിയിലെ ഒരു അക്ഷയ സെന്ററും കാട്ടാന ആക്രമണത്തിൽ നശിച്ചിട്ടുണ്ട്. മൂന്നാറിലടക്കം കാട്ടാനയുടെയും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളൊക്കെ പതിവാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടികൾ നടത്തുന്നുണ്ടെങ്കിലും കാടിറങ്ങുന്ന കാട്ടാനകളുടെ ആക്രമണം കൂടുതലാണ്. അത് ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു. ജനങ്ങളുടെ സ്വത്തും സമ്പത്തും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ മൂന്നാർ ഇടമലക്കുടിയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ 5 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുന്നേയും ഇതേ പ്രദേശത്ത് തന്നെ കാട്ടാനയുടെ ആക്രമണം പതിവാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒട്ടേറെ വീടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടേറെ അക്ഷയ സെന്ററുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കാട്ടാനയുടെ ആക്രമണത്തിൽ നശിച്ച സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഇടമലക്കുടിയിലെ മുൻ പഞ്ചായത്ത് അംഗമായ അമരാവതി രാജുവിന്റെ വീടടക്കം കാട്ടാന തകർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് തന്നെ ആവർത്തിക്കുകയാണ്. മൂന്നാർ ഇടമലക്കുടിയിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഷെഡ് കുടിയിലാണ് ഇത്തരത്തിൽ ഇടമലക്കുടിയിലെ ഷെഡ് കുടിയിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ 5 വീടുകൾക്കാണ് ഈ കാട്ടാനയുടെ ആക്രമണം മൂലം കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. കാട്ടാനയുടെയും അതുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണം പതിവാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തൊട്ടേറെ ഉള്ളത്. നിരവധി വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതാണ് ദിനം പ്രതി. ഇപ്പോഴാണ് മൂന്നാർ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മൂന്നാർ ഇടമലക്കുടിയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. 5 വീടുകൾക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. കോഴിക്കോട് കക്കോടി മുട്ടോളി ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്